ലോകം വിറക്കുകയാണ്. പക്ഷെ ഇത്തവണ അത് അമേരിക്കയുടെ അജ്ഞാതമായ ശക്തി കണ്ടിട്ടല്ല, മറിച്ച് ആ മഹാസാമ്രാജ്യത്തിന്റെ പതനം കണ്ടിട്ടാണ്. വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിൽ നിന്ന് പണ്ട് മുഴങ്ങിയിരുന്ന ആജ്ഞകൾ ഇന്ന് വെറും നിലവിളികളായി മാറുന്ന കാഴ്ച നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപിനും മധ്യേഷ്യയിൽ ചോരപ്പുഴ ഒഴുക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇനി അധികകാലം ആയുസില്ല എന്ന് കാലം തന്നെ തെളിയിക്കുകയാണ്. അമേരിക്കൻ യുഗം അവസാനിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ പശ്ചിമേഷ്യയിലെയും ഏഷ്യയിലെയും കടലിടുക്കുകളിൽ നിന്ന് ഉയർന്നും കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് ചൈനയുടെ സാങ്കേതികമായ കരുത്തും മറുഭാഗത്ത് റഷ്യയുടെ സൈനികമായ തന്ത്രങ്ങളുമൊക്കെ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ അമേരിക്ക എന്ന കടലാസ് പുലിക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നൊരു സത്യമുണ്ട്. ഹോർമോസ് കടലിടുക്കിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ വൈറ്റ് ഹൗസിന് ശരിക്കും ഇങ്ങനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ ശ്വാസനാളം എന്ന് വിളിക്കപ്പെടുന്ന ആ ജലപാതയിൽ ഇറാന്റെ മുന്നറിയിപ്പ് കേട്ട് അമേരിക്കയുടെ വമ്പൻ യുദ്ധക്കപ്പലുകൾ ഇങ്ങനെ പിൻവാങ്ങുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഒരു കാലത്ത് കടലിലെ രാജാവായിരുന്ന US നേവി ഇന്ന് ഇറാന്റെ ചെറിയ മിസൈലുകളെയും ഡ്രോണുകളെയും ഭയന്ന് അറേബ്യൻ കടലിലേക്ക് ഓടിയൊളിക്കുകയാണ്. 21 കിലോമീറ്റർ മാത്രം വീതിയുള്ള ആ കടലിടുക്കിൽ അമേരിക്കയുടെ ന്യൂക്ലിയർ സബ്മറൈനുകൾ വെറും ഇങ്ങനെ കളിപ്പാവയായി മാറുകയാണ്. ഇത്തരമൊരു കാഴ്ച ഈ ലോകത്ത് നിന്ന് നമ്മൾ ഇക്കാലത്ത് കാണേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല. കാരണം അത്രമേൽ അമേരിക്ക വളർന്നു കഴിഞ്ഞ കഥയും കെട്ടുകഥയുമാണ് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷെ ഒരു യുദ്ധം അത് അങ്ങോട്ട് കയറി അടിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിയതാണ് എന്ന്, ആ രൂപത്തിലേക്ക് ഇന്ന് അമേരിക്ക മാറുകയാണ്. ഇറാന്റെ അത്യാധുനികമായ ഗദീർ അന്തർവാഹിനികളും കാമികാസെ ഡ്രോണുകളും അമേരിക്കൻ പടക്കപ്പലുകളെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുമ്പോൾ ട്രംപിന്റെ സൈനിക വീരവാദം വെറും പൊള്ളയാണ് എന്ന് ലോകം തിരിച്ചറിയുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളി എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ അവസ്ഥയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല കേട്ടോ. ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധക്കുതിയൻ തന്റെ അധികാര കസേര നിലനിർത്താൻ വേണ്ടി നടത്തുന്ന വംശഹത്യകൾക്കും ക്രൂരതകൾക്കും അറുതി വരാൻ പോകുന്നു. അമേരിക്ക നൽകുന്ന ആയുധബലത്തിൽ അഹങ്കരിച്ചിരുന്ന നെതന്യാഹുവിന് ഇപ്പോൾ തിരിച്ചടികൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇറാന്റെയും മറ്റു പ്രാദേശിക ശക്തികളുടെയും സംയുക്ത പ്രതിരോധത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ സൈനിക മിഥ്യകൾ തകർന്നിങ്ങനെ അടിയുകയാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാമെന്ന് കരുതിയ അമേരിക്കക്ക് ഇന്ന് അതേ ഉപരോധങ്ങൾ തന്നെ ഇങ്ങനെ വിനയായിട്ട് മാറുകയാണ്. സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ലോകരാഷ്ട്രങ്ങൾ തീരുമാനിച്ചതോടെ ഡോളർ എന്ന ആയുധവും അമേരിക്കയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഇതിനിടയിലാണ് റഷ്യയും ചൈനയും ചേർന്ന് പുതിയൊരു ലോകക്രമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷീ ജിൻപിങ്ങും ലാവ്റോവും നടത്തിയ കൂടിക്കാഴ്ച വെറും ഒരു ചർച്ചയല്ല, മറിച്ച് അമേരിക്കയുടെ മരണമൊഴിയാണത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ചുള്ള യുദ്ധതന്ത്രങ്ങളിൽ അമേരിക്കയേക്കാൾ എത്രയോ മുകളിലാണ് തങ്ങളെന്ന് ചൈന തെളിയിച്ചു കഴിഞ്ഞു. ചൈന വികസിപ്പിച്ചെടുത്ത ജിയൂഷ്യൻ പോലുള്ള ആകാശ കപ്പലുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളും പരാജയപ്പെട്ടടിയുകയാണ്. ഒരൊറ്റ ആജ്ഞയിൽ നൂറുകണക്കിന് ഡ്രോണുകൾ ചേർന്ന് അമേരിക്കൻ നാവിക വ്യൂഹത്തെ തകർക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഇന്ന് കിഴക്കൻ ശക്തികളുടെ കൈവശമുണ്ട്. യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് നേടിയ അനുഭവ പരിചയം റഷ്യയുടെ ആയുധങ്ങളെ കൂടുതൽ മാരകമാക്കി മാറ്റുകയാണ്. അമേരിക്കൻ മിസൈലുകളെ വെറും തുരുമ്പിച്ച് ഇരുമ്പ് കഷ്ണങ്ങളാക്കി മാറ്റാൻ റഷ്യൻ ഇലക്ട്രോണിക് ജാമറുകൾക്ക് സാധിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ ഈ തകർച്ചയ്ക്ക് കാരണം അവരുടെ തന്നെ അമിതമായ അഹങ്കാരമാണ്. ലോകത്തെ മുഴുവൻ തങ്ങളുടെ കാൽ കീഴിലാക്കാമെന്ന് കരുതിയ ട്രംപിനും നെതന്യാഹുവിനും തെറ്റുപറ്റി. ലോകം ഇന്ന് ബഹുദ്രുവ ശക്തിയായി മാറിയിരിക്കുന്നു. ഡോളറിന്റെ ആധിപത്യം തകരുകയും പടിഞ്ഞാറൻ സഖ്യം ദുർബലമാവുകയും ചെയ്യുമ്പോൾ പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. വിഭജനവും യുദ്ധവും മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കൻ നയതന്ത്രത്തെ ലോകം കൈവിടുന്നുണ്ട്. പകരം സമാധാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പുതിയ മുഖമായി ചൈനയും റഷ്യയും ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടിയും അതിനുശേഷം വന്ന ശീതയുദ്ധത്തോടും കൂടിയും റഷ്യ പല രൂപത്തിലേക്ക് മാറി. അതായത് പഴയ സോവിയറ്റ് യൂണിയൻ റഷ്യയൊക്കെ മാറി, ചെക്കോസ്ലോവാക്യൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഒരു യുഗത്തിന്റെ അന്ത്യമെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ അതിനൊക്കെ ശേഷം ഈ 21ാം നൂറ്റാണ്ടിൽ എല്ലാ സാങ്കേതിക വിദ്യയും ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു യുദ്ധം വരുമ്പോൾ അമേരിക്കക്ക് അവിടെ പതനം സംഭവിക്കുമ്പോൾ അത് മറ്റൊരു മഹായുഗത്തിന്റെ അന്ത്യമായിരിക്കും.